കേരളത്തിൻ്റെ മലയോര മേഖലകൾ വന്യജീവി ശല്യത്തിൻ്റെ പാരമ്യത്തിലാണുള്ളത്. ഓരോ ദിവസവും കർഷകർക്ക് പറയാനുള്ളത് കൃഷിനാശത്തിൻ്റെ കഥനകഥകളാണ്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് നിലമ്പൂരിലാണ്. നിലമ്പൂരിനോട് ചേർന്നുള്ള ചാലിയാർ പഞ്ചായത്തിൽ. ജില്ലയിൽ തന്നെ ഏറ്റവുമധികം കൃഷിനാശം വന്യജീവികൾ കാരണം ഉണ്ടായിട്ടുള്ള പഞ്ചായത്താണ് ചാലിയാറിലേത്. നമ്മോടൊപ്പം ചേരുന്നത് പ്രദേശവാസികളാണ്, കർഷകരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമുക്ക് കേൾക്കാം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ഇപ്പോൾ ഓരോ ദിവസവും കർഷകർ ഉണരുമ്പോൾ കാണുന്നത് നശിച്ച കൃഷി, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ പറമ്പിലായിരിക്കും കഴിഞ്ഞ ദിവസം കഴിച്ച് തൊട്ടടുത്ത ദിവസം അടുത്ത പറമ്പിലേക്ക്. അങ്ങനെ നമ്മൾ കൃഷിയെല്ലാം തന്നെ ഓരോ ദിവസവും കൂടുതൽ ഈ വന്യജീവികൾ കാരണം ഇല്ലാതാവുന്ന വാർത്തകളാണ് ഈ മേഖലയിൽ നിന്ന് തുടർച്ചയായിട്ട് വരുന്നത്. അങ്ങ് ഒരുപാട് വർഷമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ കാണുന്നത്? ഇത് നമ്മുടെ നാട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് കുറേ കൂടി ഗൗരവത്തിൽ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും വനം വന്യജീവി വകുപ്പ് എന്ന് പറയുന്നത് കൺകറൻസ് ലിസ്റ്റിൽപ്പെട്ടതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇന്ന് നമ്മുടെ നിലവിലുള്ള നിയമം വളരെ പരിമിതമാണ്. ഈ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഈ കർഷകരുടെ കൃഷി സംരക്ഷിക്കാനോ കർഷകർ സംരക്ഷിക്കാനോ പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനോ കഴിയുന്ന തരത്തിലല്ല നിയമം. കാരണം വനത്തിൽ നിന്നും പുറത്തിറങ്ങിയ മൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യന് ജീവന് ഭീഷണിയാവുമ്പോൾ ആ മൃഗങ്ങളെ മയക്കുവെടി വയ്ക്കാനോ അല്ലെങ്കിൽ തുരത്താനോ ഇന്ന് നിലവിലുള്ള നിയമം വളരെ ദുർബലം. കാരണം മയക്കുവെടി വെക്കണമെങ്കിൽ തന്നെ ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി യോഗം ചേരണം, ആ സ്ഥലം വന്ന് പരിശോധിക്കണം, എന്നിട്ട് മയക്കുവെടി വെക്കാൻ പറ്റുന്ന പ്രദേശമാണ് എന്ന് ബോധ്യപ്പെടണം, ആ മൃഗത്തിന് മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് ഒക്കെ ബോധ്യപ്പെട്ട് മാത്രമേ ഇതിനെ വെക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇതിനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള നിയമത്തെ കർക്കശമായി ആക്കിക്കൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. ഈ വനം പോലെ തന്നെ മനുഷ്യരുടെ ജീവനും വലിയ വിലയുണ്ട്. മനുഷ്യരുണ്ടെങ്കിലല്ലേ ബാക്കിയെല്ലാം ഉള്ളൂ. അപ്പോൾ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായുള്ള ദുർബലമായ നിയമനിർമ്മാണങ്ങളെ മാറ്റി എഴുതിക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിന് സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ആ സംസ്ഥാന ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ ദിവസം ഇപ്പോൾ പുതിയ ഒരു ഈ വന്യജീവി ആക്രമണ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനെ നോക്കി നല്ല രീതിയിലാണ് കാണുന്നത്. കാരണം അതൊരു മറ്റു പ്രകൃതി ദുരന്തങ്ങളെ പോലെ വന്യമൃഗങ്ങൾ മനുഷ്യന് ഭീഷണി ഉണ്ടാകുന്ന സ്ഥലത്ത് അത് പ്രത്യേക ദുരന്തമായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതിന് 4 തലത്തിലുള്ള കമ്മിറ്റിയുണ്ട്. ഒന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ പഞ്ചായത്ത് മിനിസ്റ്ററും വനം വകുപ്പ് മന്ത്രിയും എല്ലാം കൂടിയുള്ള മന്ത്രിതലത്തിലുള്ള ഒരു സമിതി. അതിന് പുറമെ ചീഫ് സെക്രട്ടറിയും എല്ലാ ഗവൺമെന്റ് സെക്രട്ടറിമാരും DF CCF ഉൾപ്പെടെയുള്ള ഒരു സമിതി. ജില്ലക്കകത്ത് കലക്ടറും ആ കലക്ടറുമായി ബന്ധപ്പെട്ട ആളുകൾ, അതിന് താഴെ ഈ പ്രദേശം, അതായത് വനം ഭീഷണി നിൽക്കുന്ന പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി. അപ്പം നിലവിലുള്ള ഒരു ജാഗ്രതാ സമിതിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു മാൻ വേഴ്സസ് വൈൽഡ് എന്ന രീതിയിലൊരു ദുരന്തം ഉണ്ടാകും, അതായത് ആക്രമണം ഉണ്ടാകുമ്പോൾ. പക്ഷേ കൃഷി നശിപ്പിക്കുന്നത് ഇതിന്റെ പരിധിയിൽ പെടുമോ? ഏത് കൃഷി നശിപ്പിക്കുന്ന പേര്? കാരണം കൃഷി നശിപ്പിക്കുന്നത് എന്താ വെച്ചാൽ മൃഗങ്ങൾ വനത്തിനകത്തുനിന്ന് പുറത്തു വരികയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഈ നിയമം ഇവിടെ അപ്ലിക്കബിൾ. കാരണം ദുരന്ത നിവാരണ സമിതിയെ കൂടി ഇതിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ കൂടി സേവനം ഉപയോഗപ്പെടുത്തേണ്ടത്, നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. നഷ്ടപരിഹാരം മാത്രം കൊടുത്താൽ പോരാ. എനിക്ക് തോന്നുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ഒരു വർഷത്തിൽ 100 ദിവസം ഒരു സ്ത്രീക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിലവിലുള്ള ഫണ്ട് വെട്ടിയവർക്ക് ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വനത്തിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഈ ട്രഞ്ചുകൾ നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ രക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചാൽ ആ പ്രദേശത്തെ ആളുകൾക്ക് ഒരു തൊഴിലുമുണ്ടാവും. അതോടൊപ്പം ഈ വന്യമൃഗങ്ങൾ വരുന്നു. അതോടൊപ്പം ഒന്നുകൂടി പറയാനുള്ളത്, ഇത് ഈ നിങ്ങൾക്ക് പറഞ്ഞാൽ തന്നെ ഒരു ശാസ്ത്രീയമായ പഠനം ഇവിടെ അനിവാര്യമാണ്. കാരണം കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം, കാലം തെറ്റി വരുന്ന മഴ, ഇപ്പം അതിശക്തം. ഇപ്പോൾ നോക്കൂ, ഇപ്പോഴുള്ള ചൂട്, നമ്മൾ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചൂട് ഓരോ ദിവസം കൂടിക്കൂടി വരിക. അപ്പോൾ പ്രകൃതിക്കകത്ത് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വനത്തിനകത്തും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇതിന്റെ ഭാഗമായി മൃഗങ്ങൾക്ക് വനത്തിനകത്ത് നിൽക്കാൻ കഴിയാത്ത എന്തെങ്കിലും സ്ഥിതി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ശാസ്ത്രീയമായൊരു പഠനം വേണം. വലിയ നിർദ്ദേശം തന്നെയാണിത്. എന്താണ് അങ്ങയുടെ കൃഷി തുടർച്ചയായിട്ട് ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്? എന്താണ് പറയുന്നത്? എൻ്റെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉസ്മാക്ക അടക്കം 2, 3, 4 പ്രാവശ്യം അവിടെ വന്നതാണ്. ഇവിടെ വനപാലകരെയൊക്കെ വിളിച്ച്, ഞാൻ ഉദ്യോഗസ്ഥരെ ആരെയും ഒരു സർക്കാരിനെ കുറ്റം പറയും, എനിക്കതൊന്നുമല്ല പറയല്ലേ.
ഈ കേന്ദ്രത്തിൽ ഇത് വെച്ചത് ഇതിപ്പോൾ 4 പേരെ കമ്മിറ്റി ഉണ്ടാക്കാൻ മറ്റിടത്ത് നടത്താം. ഇതൊന്നും ശാശ്വതമല്ല. ഈ നിയമം ആദ്യം ഭേദഗതി ചെയ്യണം. എന്നിട്ട് അല്ലാതെ കേന്ദ്രത്തിനെ കുറ്റം പറയും കേരളത്തിനെ കുറ്റം പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാരിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു സാറൊരു കാര്യം ചെയ്യാം. വനപാലരെ 7 വട്ടം എൻ്റെ വീട്ടിൽ വന്ന അവർ ഞങ്ങൾ ആന വന്ന വഴി ആനയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ ആന അതേ നിൽക്കുന്നു, സാറിന് അതിനൊന്ന് വെടിവെക്കാൻ പറ്റുമോ ചോദിച്ചു. ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കുറ്റം അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഞങ്ങൾക്ക് അതിന് വകുപ്പില്ല, ഞങ്ങൾക്ക് ഈ ഓലപ്പടപ്പൊക്കെ കൊണ്ടുവരിക പൊട്ടിച്ചങ്ങോട്ട് വിടുക ഓടിക്കാനേ ഉള്ളൂ, അതിന് വകുപ്പ് വേറെയാന്ന് പറഞ്ഞു. ഇത് പണ്ട് ഒരുത്തം പറഞ്ഞ മാതിരി പന്നി കിഴക്കോട്ടാണോ അത് ഞാൻ പറയണ വടക്കോട്ടാണോ ആ പരിപാടിയൊന്നും നടക്കില്ല. കുറേ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടൊന്നും ഇവിടെ പറ്റൂല. ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങി നിയമം കൊണ്ട് ഭേദഗതി ചെയ്യണം. എന്നിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അതിനെ ഏൽപ്പിക്കണം. അല്ല ഉദ്യോഗസ്ഥന്മാരെ പുറത്തുനിന്ന് സർക്കാരിനെ കുതിര കയറിയിട്ടൊന്നും കാര്യമല്ല. നഷ്ടപരിഹാരം എന്നൊരു കാര്യം പറയുന്നുണ്ട്. ആ നാണക്കെട്ട പേര് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റൂല. ഞാൻ അത്യാവശ്യം വലിയ ഡിഗ്രി ഒന്നുമില്ല, സ്കൂളൊക്കെ പോയിട്ടുണ്ട്. ഞാനൊക്കെ പഠിച്ച കാലത്ത് ഈ നഷ്ടകാര്യ പരിഹാരം എന്ന് പറഞ്ഞാലേ അധ്യാപകർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു വിത്ത്, ഒരു വാഴക്കന്ന്, അതിൻ്റെ ഉദാഹരണം ഒരു മൂല്യം, ഒരു വില നമ്മൾ കണക്ക് കൂട്ടുന്നു ഇല്ലേ, എന്നിട്ടാണ് അതിൻ്റെ മൂല്യം നിശ്ചയിക്കുക. ഞാനിവിടെ എൻ്റെ കൃഷി വന്നപ്പോൾ ഇവിടെ കൃഷി ഓഫീസിൽ നിന്ന് എല്ലാവരും വിളിച്ചവരൊക്കെ വന്നു. ഉദ്യോഗസ്ഥരെ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയത്തിൽ ഒന്നും പറയില്ല. അവരൊക്കെ വന്നപ്പോൾ അല്ല ഞാൻ ചോദിച്ചാൽ അല്ല എൻ്റെ വാഴകളൊക്കെ ഉസ്മാക്ക ഇടയ്ക്ക് അവിടെ വന്ന ഒക്കെ കുലച്ച വാഴ, അത് എല്ലാവർക്കും ഒന്നും അറിയില്ല, കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഞാൻ സ്വർണ്ണമുഖി എന്ന് പറഞ്ഞൊരു വാഴ വെച്ച് ആ വാഴക്കന്ന് ഭൂമി കുഴിച്ച് വെച്ചപ്പോൾ എനിക്ക് 70 രൂപ ചിലവാണ് ആ വാഴക്കന്നിന്. പക്ഷെ ഒരു കൊല 1200 1300 രൂപയ്ക്ക് വെട്ടണ പോലെയാണ്. അതെവിടെ എല്ലാം എന്നിട്ട് അടക്കാൻ കൊണ്ടുപോയിട്ടാണ് ഉള്ളത് ഒരു കുടിസം വിളിച്ച്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വില കൂട്ടിയാൽ ഈ ഉസ്മാക്കൊക്കെ കണ്ടതാണ് സാധനം, അല്ല ഇല്ലാഞ്ഞിട്ടല്ല. ചൊട്ട വന്ന കവുങ്ങ്, ചൊട്ട വന്ന തെങ്ങ്, ഇത് മൊത്തമായിട്ട് കളഞ്ഞു. ഇപ്പം എന്തിനേറെ പറയും ഉദ്യോഗസ്ഥന്മാരെ പുറകെ ഇന്ന് നിങ്ങൾ പോര്, ഇന്ന് വന്ന എൻ്റെ പറമ്പിലാനേ ആ വാഴക്കന്ന് കിളുത്ത് വന്നതും കൂടി ആണ്ട് ശരിയാക്കി പറമ്പ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ നഷ്ടപരിഹാരം അപ്പം അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇന്ന് കഞ്ഞി വെക്കേണ്ടതിന് 1 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. പിന്നല്ല എനിക്കേ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, നമ്മൾ കേരളക്കാർക്ക് മൊത്തം ഞാനെന്നല്ല അത്യാവശ്യം മാനമായിട്ട് ഈ മുണ്ട് മുറുക്കി കൊടുത്തൊക്കെ ജീവിക്കാന്ന് പറഞ്ഞൊരു വകുപ്പപ്പെട്ട കേരളക്കാരെ. എനിക്ക് ബാങ്കിൽ ലക്ഷങ്ങൾ കടമുണ്ട്, നാട്ടുകാർക്ക് കൊടുക്കാൻ എല്ലാം കൊണ്ട് നാട്ടുകാർ തന്നെ വഴി തടഞ്ഞു വെച്ച് ചോദിക്കില്ല, ബാങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ സാധാരണ ഇടവിള ചെയ്യും. ആ ഇടവിളയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ദീർഘകാല വിളകൾക്കുള്ള പണിയെടുപ്പിക്കുക, വളവിടുക. എൻ്റെ വീട്ടിലെ ചിലവ് ഈ ഇടവിളയും കൂടെ നടക്കും. ബാങ്കിലെ മുതലടച്ചില്ലെങ്കിൽ പലിശ അടയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത്ര പോണ കുപ്പിയോ കയറൊക്കെ വാങ്ങേണ്ടി വരും. ഞാൻ എന്നെ എടുത്തിട്ട് അടയ്ക്കുന്നേ. പിന്നെ ഈ നഷ്ടപരിഹാരം എന്ത് മാനദണ്ഡത്തിലാണ് ഇവരിങ്ങനെ ഒരു പേരിട്ടേക്കണേ. ഞാൻ പറഞ്ഞല്ലോ ഒരു വാഴക്കന്നില്ല വില, ആ സാധനത്തിന് ഉദ്ദേശം ഒരു വില കണക്കൂട്ടല്ലേ. ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ കൃഷിഭവൻ പറഞ്ഞാൽ തരുമോ ഒരു വാഴയ്ക്ക് 10 രൂപ തരും. എന്നോടതാ പറഞ്ഞ ഇപ്പം ഞാൻ ചോദിച്ചു നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ കന്നും വലിയ കന്നാണ്, എല്ലാവരും വെക്കണില്ല. എനിക്കാ കന്ന് കുഴിച്ച് 70 രൂപ മുടക്കാണ് അതിന്. ഇവിടുന്ന് ഒരു കുറിച്ച് അടക്കാൻ കൊണ്ടി പോയി പറഞ്ഞാൽ എത്ര രൂപ ആവുമെന്നറിയാം. അപ്പം അങ്ങനെ വന്നപ്പോഴേ ഈ നഷ്ടപരിഹാരം എന്നുള്ള പേര് മാറ്റിയിട്ട് എന്നെ പോലുള്ള കർഷകർക്ക് എനിക്കതാ ഇഷ്ടം. എന്താ അറിയോ, സർക്കാർ ഏത് സർക്കാർ കൊടുത്താലും ഭിക്ഷയായിട്ട് കൊടുക്കുന്നു എന്ന് പറയാം. അതാ ഞങ്ങൾക്ക് ചോദിച്ചത്. നഷ്ടപരിഹാരം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ അതിന് തുരുത്താനുള്ളൊരു സംവിധാനം സർക്കാർ തലങ്ങളിൽ ഉണ്ടാവണം. ഇപ്പോൾ ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച് ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയാലാണുള്ള വിഷയങ്ങൾ. കാരണം ചാലിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു വെച്ചാൽ ആന, കാട്ടുപോത്ത്, ഇപ്പോൾ പുലി ഇറങ്ങി എല്ലാ വന്യമൃഗ ഒരുപോലെ ശല്യം ചെയ്യുന്ന ഒരു പ്രദേശമായി മാറുകയാണ്. അപ്പം എന്താ അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ സത്യത്തിലൊരു ആനയെ തുരത്താൻ എന്താണ് ഫോറസ്റ്റിൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഒരു പടക്കവും ഒരു തപ്പും, വേറൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തും, ഞങ്ങൾ വൈത്താലൊക്കെ ഊവി ആർത്ത് ആനെ എവിടെയെങ്കിലും കയറ്റി വിടണം. ഈ ഒരവസ്ഥ മാറണം. അത് ഗവൺമെൻറ് തലങ്ങളിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും. ഈ വനത്തിനോട് ചേർന്ന് വലിയ ട്രഞ്ചുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിഹാരമില്ല, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങനെ ട്രഞ്ചുകൾ നിർമ്മിച്ചിട്ട് പരിഹാരമൊന്നും ഇല്ല. കാരണം ഇവിടെ 3 ചുറ്റും വനങ്ങളാണ്. കാരണം അതൊരു ശാസ്ത്രീയമായ പരിഹാരമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഫെൻസിംഗ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ ആന അതിലേറെ ബുദ്ധിമാനായ ആനയാണ് എന്നുള്ളത് തോന്നുന്നത്. നമ്മളെക്കാളും ബുദ്ധി പ്രകടിപ്പിക്കുന്ന ആനയാണ് തോന്നുന്നത്. ഫെൻസിംഗ് ഒക്കെ തകർത്തുകൊണ്ടാണ് ആനകൾ വരുന്നത്.
എങ്ങനെയാണ് പഞ്ചായത്ത് വലിയൊരു പ്രശ്നമായിട്ടാണുള്ളത്? ഇപ്പോൾ എല്ലാ ദിവസവും പഞ്ചായത്തിൽ ഇപ്പോൾ തന്നെ കേൾക്കാവുന്ന അവസ്ഥയാണല്ലോ, പക്ഷേ പരിമിതികളുണ്ട്. എന്താണ് അവസ്ഥ നിലവിൽ? പഞ്ചായത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ ഈ ദുരന്തം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക എന്ന് പറയാന്നുള്ള. ഇവിടെ ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നേരത്തെ മോഹനായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 4-5 കോടി റുപ്യയോളം ഒരു വർഷത്തിൽ നമ്മൾ തൊഴിലുറപ്പിന് വേണ്ടി ചെലവഴിച്ചു പോകുന്നുണ്ട്. ഈ പണം ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മളെ വനം പ്രദേശങ്ങളിൽ ആന ഇറങ്ങാതിരിക്കുന്നതിനാവശ്യമായ മതിൽ കെട്ടുന്നതിനും അതുപോലെ തന്നെ ട്രഞ്ച് കയറുന്നതിനും എവിടേക്കാണ് ഏത് വേണ്ടതെന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കുക. ആദ്യം എഞ്ചിനീയർമാർ പരിശോധിച്ചിട്ട് ആനനെ തടയാൻ ഇപ്പോൾ നമുക്കറിയാം, ഈ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ മതിൽ കെട്ടുക, ആന ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള മതിലുകൾ കെട്ടുക. അതുപോലെ തന്നെ വന മേഖലകളിൽ ഈ കുത്തനെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ട്രഞ്ചുകൾ കീറുക. അതൊക്കെ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. അടിയന്തരമായി സർക്കാർ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അടുത്ത് തന്നെ പഞ്ചായത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു സംഗതി, കാര്യം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ട് തൊഴിലുറപ്പിൽ ഇത് ഉപയോഗിക്കാം. അതെ, പഞ്ചായത്തിൽ അത്തരത്തിലൊരു തീരുമാനം എടുത്ത് മേലെ അയക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. അതാണ് ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമുക്ക് ആശാവായ ഒരു സംഗതി പറഞ്ഞാൽ ഇപ്പോൾ ഈ ദുരന്തത്തെ, വന്യമൃഗ ദുരന്തങ്ങൾ അതൊരു ദുരന്തമായി ഒരു തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പരമാവധി മൃഗങ്ങളെ കാട്ടിൽ തന്നെ നിർത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അവിടേക്ക് ഈ വേനൽക്കാലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടും, ഭക്ഷണത്തിൻ്റെ കുറവും, അങ്ങനെ പല കാരണങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടേക്ക് മനുഷ്യൻ്റെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് കാർഷിക വിളകൾ, കൃഷി സ്ഥലത്തേക്ക് ഇതൊക്കെ ചെല്ലുമ്പോൾ ഒരിക്കലും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ വരിക. എന്താണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതിനുള്ള സമീപനം നിങ്ങളൊക്കെ വിളിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ? വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ അവർ കൈമലർത്തുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ കയ്യിലുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, കർഷകരൊക്കെ സൂചിപ്പിച്ചതുപോലെ നാമമാത്രമായ പടക്കവും അല്ലെങ്കിൽ ചെണ്ട കൊട്ടുക, മറ്റൊന്ന് ഈ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന ആനയെ ഓടിക്കാൻ പറ്റാവുന്ന പ്രയോഗം നടത്തുക എന്നുള്ളതിലുപരി ആയിക്കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിമിതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രശ്നമെന്ന് പറയുന്നത് 1972 വനസംരക്ഷണ നിയമപ്രകാരം വന്യജീവി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമുണ്ട്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ. ആ നിയമം പിന്നീട് ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രി ആയിരുന്നപ്പോൾ ഒന്നുകൂടി അതൊരു ആക്കം കൂട്ടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതിലൊരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ത്യയിലെ പാർലമെൻറ്റ്, നമ്മുടെ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വയനാട് മണ്ഡലത്തിൽ പെടുന്ന ഒരു പ്രദേശമാണ് ചാലിയാർ പഞ്ചായത്ത് ഉൾപ്പെടെ 4 ഭാഗം വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിന് പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടണം. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വനവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ല പ്രയോറിറ്റി നിശ്ചയിക്കപ്പെടേണ്ടത് ചാലിയാർ പഞ്ചായത്തിനാണ്. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിൽ വന്യമൃഗങ്ങളുടെ ശല്യവും അതുപോലെ തന്നെ അവരുടെ സംഘർഷവും ഏറ്റവും അധികം ഉള്ള ഒരു പ്രദേശമാണ് ചാലിയാർ പഞ്ചായത്ത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി അംഗീകാരത്തോടുകൂടി ചെയ്യുക എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കുക എന്നുള്ളതുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ MP-മാർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നടത്തേണ്ടത്. അത്തരത്തിലുള്ളൊരു ഇടപെടലുകളൊന്നും തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഇവിടുത്തെ MP-മാർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ ഒരു വിഷയത്തിൽ കുറെ കൂടി കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ടുവരണമെങ്കിൽ MP-മാർ വേണം. രാഹുൽ ഗാന്ധി അത്ര ദിവസം ചെയ്തിട്ടില്ല എന്നുള്ള രാഷ്ട്രീയ ആരോപണമാണ്. രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കപ്പെടണമല്ലോ. പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. 118 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 118 കോടി. മറ്റത് ഇവിടെ ഒരു ദുരന്തമായി പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഇത് പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. അതിലേക്ക് പോവാം. പൊൻകതിർ പുട്ട് സോഫ്റ്റ്വെയർ തലമുറ ഒന്നാമത് ട്രഞ്ച് ഒരു ശാശ്വത പരിഹാരമല്ല. കൽക്കുളം കോളനിയിൽ ആന കയറുന്നതിന് ട്രഞ്ച് ഉണ്ടാക്കിയിട്ട് അത് പരാജയപ്പെട്ടൊക്കെയാണ്. ട്രഞ്ച് കയറിയിട്ട് ആന വരും.
അത് പരാജയപ്പെട്ടിരിക്കണം. അപ്പം എന്ന് വെച്ചാൽ കറണ്ട് സോളാർ വേലിയാണ് ഇതിൻ്റെ ഒന്നും കൂടി ഇതില്ലേ, അതാണ് ചെയ്യേണ്ടത്. ആന ഒരു മരം മുറിച്ച് തള്ളിയിട്ടിട്ട് ഇപ്പം അതിന് മറ്റില്ല ഇതായിരിക്കണം. ഇപ്പം പഴയ തൂക്കിരുന്ന അതാണ് ഒന്നും കൂടി ചെയ്യേണ്ടത്. ഇപ്പം അത് ചെയ്താൽ കുറേ മാറ്റം വരും. അല്ലാതെ ട്രഞ്ച് പരിഹാരമല്ല. മാത്രമല്ല ഈ നഷ്ടം പെടുത്തുന്ന കർഷകനെ സംബന്ധിച്ചോ, ഞാനൊരു കർഷകൻ കൂടിയാണ്. ഇതിൻ്റെ ചിലവുകളൊക്കെ കണക്കൂട്ടി അച്ഛൻ കുഞ്ഞ് പറഞ്ഞ വായിക്കന്നെ വളരെയധികം ഇതാണ്. അപ്പം എന്താ വെച്ചാൽ കൂടുതൽ നഷ്ടം വരുന്ന കർഷകന് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അവൻ്റെ ലോണ് ഒഴിവാക്കി കൊടുക്കണം, അതാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ പഞ്ചായത്തിലൊരു കർഷകനാണ്. പല പ്രാവശ്യം ആനേനായിട്ട് നേർമുഖം കണ്ട ഒരാളാണ് ഞാൻ. പടക്കം പൊട്ടിച്ചപ്പോൾ ആന പോവില്ല. ഇനി ഈ അല്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. നിങ്ങൾ ആനേനെ ഓടിച്ചോളി, മൃഗങ്ങൾ ഓടിച്ചോളി. അല്ലാതെ ഈ നിയമം ഇപ്പല്ല നിയമം ഇതിൻ്റെ പരിഹാരമല്ല. ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് കർഷകർക്ക് ഒരു ഗുണമില്ല. കർഷകർക്ക് ഇത് എത്തിപ്പെടുന്നില്ല. ദുരന്തം ഉണ്ട് എന്ന് എഴുതിയിട്ട് നമ്മളെ വളപ്പിൽ ആന കയറി നശിപ്പിച്ചാൽ, കൃഷി നശിപ്പിച്ചാൽ ഒരു കാര്യമില്ല. ഇവിടെ നശിപ്പിച്ചിടത്തോളം ഇന്ന് ഒരു ഗവൺമെൻറ്റും ഒരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. വലിയൊരു ആവശ്യങ്ങൾ പലവരും സമരം ചെയ്തിട്ടും ഒരു കാര്യമില്ല. എത്ര പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായി ഈ പഞ്ചായത്തിൽ തന്നെ, പല രാഷ്ട്രീയ പാർട്ടികൾ, അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല. ഇവിടെ ഭരിക്കുന്ന പാർട്ടി, അല്ലാത്ത പാർട്ടി, പ്രതിപക്ഷം, എല്ലാ പാർട്ടികളും ഇവിടെ വ്യത്യസ്ത രീതിയിൽ കൂടെ സമരം ചെയ്തിട്ടുണ്ട്. പരിഹാരമായിട്ടില്ല. ആന, പന്നി, അങ്ങനെ പല കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുക. ഇതിന് പരിഹാരം ഈ തുക എന്താണ് ഇത്ര കുറയുള്ള കാരണം എന്നാണ് സർക്കാർ പറയുന്നത്. അവർ ചട്ടം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇത് ചട്ടം സർക്കാരിനത് ഇപ്പെല്ലാം നിയമം അനുസരിച്ച് സർക്കാരിന് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതും കിട്ടുന്നില്ലല്ലോ. ഒരു സർക്കാരിന് ജനങ്ങൾ കൊടുക്കണമെങ്കിൽ അതിനൊരു ചട്ടം ഉണ്ടാവുമല്ലോ, അതും ഇല്ല. ഈ പഞ്ചായത്തിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ അനുജൻ കാട്ടുപന്നീൻ്റെ ആക്രമണത്തിൽ മരിച്ചുപോയി. ആവശ്യമായ നഷ്ടപരിഹാരം കിട്ടി, അതിലൊന്നും നമുക്ക് എതിർപ്പോ വിമർശനമൊന്നുമില്ല. മുമ്പും കാട്ടുപന്നികളും കാട്ടാനകളും ഒക്കെ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. അന്നില്ലാത്ത വിധം ഇപ്പോൾ ഇത് നാട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം വനം വന്യജീവി വകുപ്പ് അല്ലെങ്കിൽ വനവും വന്യജീവികളും രണ്ട് സർക്കാരുകളുടെയും അധികാരപരിധിയിൽപ്പെടുന്നതാണ്. ഒരു സർക്കാരിന് മാത്രമായിട്ട് ഇതിലെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് സംസ്ഥാന സർക്കാരിന് ഇതിന് പരിഹാരം കാണാൻ കൂടുതൽ അധികാരം നൽകുന്ന ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഇതിനെ നേരിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. ഇത് കണ്ടോ നിങ്ങൾ? ഇതിപ്പോൾ ഇവിടെ എൻ്റെ തൊട്ടടുത്ത് ഇത് വെച്ചതാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെച്ച സംഗതിയാണിത്. ഇതിന്റെ ബാറ്ററി മോഷണം പോയിട്ടുണ്ട്. ഞങ്ങൾ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇവരെന്താ പറയുന്നത് അറിയോ? അപ്പോൾ ഇതാരെ ഓണാക്കല് അറിയില്ല. വാച്ചർക്കാണ് ഞങ്ങൾ ഡ്യൂട്ടി കൊടുക്കാൻ, വാച്ചർക്ക് അതിന്റെ ശമ്പളം കൊടുക്കാനുള്ള നിർവാഹമില്ല. അപ്പോൾ ഇതാരാ ചെയ്യേണ്ടത് നാട്ടുകാർ? ഇതിപ്പോൾ ബാറ്ററി മോഷണം പോയതാണ്. ഒരാഴ്ച തയ്ച്ച് ആ ഫെൻസിങ് വർക്ക് ചെയ്തിട്ടില്ല അവിടെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരുടെ ഭാഗത്തുള്ള പിഴവാണ്? തീർച്ചയായിട്ടും ഇവരെ വനം വകുപ്പിന്റെ ഭാഗത്തുള്ള പിഴവല്ലത്. ഇവർ വെച്ചത് സർക്കാരാണ്. ഇതിനൊരു ഉത്തരവാദിത്തം ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വെച്ച സാധനമാണിത്. ഇത് സംരക്ഷണ ഉത്തരവാദിത്തം അവർക്കില്ലേ? അത് ഏറ്റെടുക്കുന്നില്ല. ഇല്ല, അവർ പറഞ്ഞ ശമ്പളം കൊടുക്കാൻ വകുപ്പില്ല. അപ്പോൾ ഇത് ആരും ഓണാക്കും, നാട്ടുകാർ വേണമെങ്കിൽ ഓണായിക്കോട്ടെ. ജനകീയ കമ്മിറ്റി ഉണ്ട് ഇത് പരിശോധിക്കാൻ വേണ്ടി. ആ കമ്മിറ്റിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. ഒരു പ്രദേശത്ത് ഫെൻസിങ് നടത്തി കഴിഞ്ഞാൽ അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഫെൻസിങ് നടത്തി നമ്മൾക്ക് ഏൽപ്പിക്കുകയാണ്. പ്രാദേശികമായിട്ട് എവിടെയാണോ ഫെൻസിങ് നടത്തുന്നത് അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും അതിൽ മോഷണം പോയ കമ്മിറ്റിക്കാണ് ഉത്തരവാദിത്വം. ആ മോഷണം പോകാറ് നമ്മൾ തന്നെ നമ്മളത് നശിപ്പിക്കുക എന്നുള്ളതാണ്. സ്വന്തം മുതൽ നമ്മൾ കക്കുക, അതിന് നിവൃത്തിയില്ല. ഇവിടെ നമ്മളെ ഈ നിലമ്പൂർ ഭാഗങ്ങളിൽ 3 ഭാഗം പുഴകളാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗം പുഴയും ബാക്കി 3 ഭാഗം ഫോറസ്റ്റുമാണ്. അങ്ങനെയുള്ള രേഖ പഞ്ചായത്താണ് ചാലിയാർ പഞ്ചായത്ത്. മിക്കവാറും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ അങ്ങനത്തെ ഒരു പഞ്ചായത്തായിരിക്കും ചാലിയാർ പഞ്ചായത്ത്. ഈ 4 ഭാഗത്തുനിന്നും ആക്രമണം വരികയാണ്. ഇപ്പോൾ എനിക്കൊക്കെ 57 വയസ്സായി. ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ ഇവിടെ നിന്ന് ആന ഉണ്ടായിരുന്നില്ല, ഒരു ആന ഇവിടെ വന്നിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലാണ് ഈ ആന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആന മാത്രമല്ല മറ്റു ജീവികൾ. പണ്ട് പന്നി ഉണ്ടായിരുന്നു, പക്ഷെ പന്നീനെ വെടിയൊക്കെയുള്ള അധികാരം ഉണ്ടാവുകൊണ്ട് എല്ലാ ആളുകളെ കൊന്നു തിന്നിരുന്നു. ഇന്നിപ്പോൾ അതില്ലാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആനകളിഞ്ഞ് തുടർച്ചയായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ പഠനം അത് നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ നടത്തണം. അവർക്ക് ആവശ്യമായ ഫലവൃക്ഷങ്ങൾ അവിടെ നട്ടുപിടിപ്പിച്ചുകൊണ്ട്
അവർക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നതിന് വേണ്ടി കുളങ്ങൾ കുഴിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം അതിനുള്ളിൽ തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ട്രഞ്ച് എന്നുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഏകദേശം എത്രമാത്രം വിജയിക്കും പറ്റുമെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നല്ലൊരു നിർദ്ദേശമാണ്. ഒപ്പം തന്നെ ഹാങ്ങിങ് ഫെൻസ് അതിപ്പോൾ കുറേ ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ പണപ്പൊയിൽ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ആന അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല. കാരണം അത് തട്ടിയിട്ട് നല്ല അലർച്ചയോടുകൂടി അവർ തിരിച്ചു പോവുകയാണ്. പക്ഷെ അല്ലാത്ത ഫെൻസിങ്ങിൻ്റെ മുകളിൽ അവർ പിന്നെ എന്തെങ്കിലും മരങ്ങൾ തള്ളിയിട്ടുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ കടന്നു വന്ന് ആകെ നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സത്യത്തിൽ കൃഷിക്കാരൊക്കെ പ്രശ്നമാണ്. ഞാനൊരു കർഷകനാണ്, നെൽകർഷകനാണ്. നമുക്കെല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞ നല്ലൊരു നിർദ്ദേശമാണ്. സംസ്ഥാന സർക്കാരിന് കൂടുതൽ അധികാരം കൊടുക്കുന്ന ഒരു നിയമം വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൃത്യമായി ഇടപെടാൻ കഴിയും. ഒരു പട്ടിയെ കൊന്നതിന് പേരിൽ, പട്ടിയെ കൊല്ലാൻ ഉത്തരവിട്ടതിന് പേരിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ സുപ്രീം കോടതിയിലാണ് കേസ് കിടക്കുന്നത്. നമുക്കെല്ലാവർക്കും പറയാം. അത്രയും വലിയ നിയമങ്ങളാണ്, മനുഷ്യനേക്കാളും വലുത് മൃഗങ്ങളാണ് എന്ന് പറഞ്ഞു വരുത്തുന്നുണ്ട് അവിടെ. ഇപ്പോൾ ആ ഉത്തരവിട്ടതിന് പകരം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസാണ്. അവരിപ്പോൾ സുപ്രീം കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ കടിച്ചു കൊല്ലുന്ന പട്ടിയെ പിടിക്കാൻ വേണ്ടി ഒരു അധികാരി ഒരു ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയം വന്നിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിലെ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കുറേ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കുള്ളൊരു തീർച്ചയായിട്ടും നമ്മൾ ഈ നിയമത്തിനെ ഒന്ന് മാറ്റി എഴുതണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമ്മളെ ഉള്ളിൽ. കാരണം സാധാരണ ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ നമുക്കിവിടെ ഒരു കേരളത്തിനെ സംബന്ധിച്ചൊരു MP നമുക്കില്ല. പക്ഷേ ഇവിടെ നിന്ന് 10-20 MP ഇവരാരെങ്കിലും ഇതിനും സമ്മർദ്ദം ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ BJPക്ക് പ്രാതിനിധ്യം ഒരു MPയോ MLAയോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്നാലും കർഷകരുടെ ദുരിതം കാണുമ്പോൾ നമ്മൾക്ക് 100% കേന്ദ്രം ഇത് കേരളത്തിന് അധികാരം കൂടുതൽ കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇതില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഈ ജനുവരി മാസം പിറന്നതിന് ശേഷം, അതായത് ജനുവരി 8-ാം തീയതി മുതൽ 18-ാം തീയതി, 26-ാം തീയതി, ഫെബ്രുവരി 15-ാം തീയതി, ലാസ്റ്റ് ഇപ്പോൾ ഇന്ന് രണ്ടാൾ മരിച്ചു എന്ന് ഉച്ചക്കത്തെ ന്യൂസിൽ ഇടുക്കി ജില്ലയിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 8-10 ആളുകൾ മരിച്ചിട്ട് ആദ്യത്തെ 3 കർഷകന്മാർക്ക് കൊടുത്തത് ഈ ജനുവരി മാസത്തിൽ തന്നെ ആദ്യത്തെ മരണത്തിൽ 50,000 രൂപ, രണ്ടാമത്തിൽ 50,000 രൂപ, മൂന്നാമത്തത് ആന കുത്തിക്കൊന്നതിന് ശേഷം പ്രക്ഷോഭം ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ 10 ലക്ഷം രൂപ വെച്ചിട്ട് ഇത്രയും ആളുകൾക്ക് കൊടുക്കാൻ സാധിച്ചത്. ഇപ്പം മരിക്കുന്നവർക്കൊക്കെ 10 ലക്ഷം വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഈ 10 ലക്ഷം കിട്ടിയതുകൊണ്ട് കുടുംബത്തിൻ്റെ തീരാനഷ്ടം തീരുന്നില്ലല്ലോ. അതുപോലെ ഇതിന് അടിയന്തരമായിട്ട് സാധാരണ കൃഷി, ഇപ്പോൾ ഈ ഏട്ടൻ പറഞ്ഞ മാതിരിക്ക് സാധാരണ കൃഷിക്കാരൻ്റെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതായത് ആന ഇപ്പോൾ ടാപ്പിങ്ങാരനെ സംബന്ധിച്ച് ടാപ്പിങ്ങാർ തൊഴിലിന് പോവുകയാണ്. രാവിലെ വെട്ടാൻ പോകാൻ, അതിരാവിലെ വെട്ടാൻ പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഉളിക്കത്തിയും കൊണ്ട് പോകാൻ ധൈര്യമല്ല ഒരു കുട്ടികൾക്ക്. നേരം വെളുത്തിട്ട് പോകേണ്ട ഒരു സ്ഥിതി. ഇപ്പോൾ ഒരു ലേശം പാല് കിട്ടണമെങ്കിൽ നേരം വെളുക്കണതിന് മുന്നേ വെട്ടണം. നമ്മളൊക്കെ ടാപ്പിംഗ് മേഖലയിൽ തൊഴിലാളികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്തത് മാറ്റണമെങ്കിൽ ഇത് അടിയന്തരമായിട്ട് സർക്കാർ ഇതിനകത്ത് ഇടപെട്ടേ മതിയാവുകയുള്ളൂ. ഫോറസ്റ്റായ സ്ഥലങ്ങളിൽ മുഴുവനും, അതായത് ആനകൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തതിൻ്റെ പേരിലാണ് കണ്ടമാനം ഈ കുളം ഉള്ള ഏരിയയ്ക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരുന്നത്. മുള്ളംപന്നി ശല്യം അതിരൂക്ഷമാണ്. പിന്നെ കാട്ടുപന്നി എന്ന് പറയാൻ വയ്യ, കാട്ടിലല്ല നാട്ടിലാണ്. കാട്ടുപന്നിയും കാട്ടുപോത്ത് മുള്ളൻ പന്നി അടക്കം. ഇപ്പം നമ്മളെ കരിമ്പായിക്കോട്ട മല ഉണ്ട്, ഇല്ല, അത്രയും മൃഗശല്യമാണ്. നമുക്ക് പറയല്ല എന്താ വെച്ചാൽ ഈ ആനകൾ വരുന്നത് എന്താ വെച്ചാൽ ഈ പഞ്ചായത്ത് മെയിൻ റോഡാണ് ഈ റോഡ്. ഈ മഹാഗണിയിൽ ഒരു ആനയാണ്, അതായത് ചാലിയാർ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമാണ് ഈ മെയിൻ റോഡ്. ഈ മെയിൻ റോഡിൽ ഒരു ആന, പിന്നെ ജനങ്ങളോട് നിൽക്കും. എൻ്റെ വീട്ടുപടിക്ക് വരുന്ന ആന ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പ്. അപ്പോൾ ഈ ആനകൾ എന്താ വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാർ ഇതിന് മുൻപോട്ട് വരുന്നതാണ്. ജനങ്ങൾ ഇവിടെ പിന്നെ പഞ്ചായത്ത് ഓഫീസിക്കും പിന്നെ DFO ഓഫീസിക്കും പിന്നെ റേഞ്ച് ഓഫീസിക്കും മാർച്ച് നടത്തിയാൽ അതുപോലെ അപ്പോൾ പരിഹാരം പറയാം, ഞങ്ങൾ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവര് പറച്ചിലല്ലാതെ ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ഇത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടേരും. നമുക്ക് നമ്മൾ പറഞ്ഞു വെച്ചാൽ ആന നമുക്കറിയ പണിയൊക്കെ ഈ ആനോട് ഉണ്ടാവില്ല. ആ പണിയൊക്കെ നമുക്കറിയാം. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വിട്ടേരും. ഇവൽക്കൊണ്ട് കയ്യിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ, അതുകൊണ്ടാണ് അത്ര വൈകാരികമായിട്ടാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, കർഷകരിന്ന് വളരെ ദുരിതത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിൽ ഇപ്പോൾ ബ്ലോക്ക് മെമ്പർ സൂചിപ്പിച്ചു, 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം നിലവിലുണ്ട്. ഈ നിയമപ്രകാരം അന്ന് സർക്കാർ തന്നെയാണല്ലോ ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇത് പ്രകാരം ഈ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഹാനികരമാണെങ്കിൽ അവയെ നശിപ്പിക്കാനും കൂടുവെച്ച് പിടിച്ച് അവയെ സംരക്ഷിച്ച് നിർത്താനും ഉള്ള നിയമം നിലവിലുണ്ട്. ഈ നിയമം യഥാർത്ഥത്തിൽ നിലവിലുള്ള നിയമത്തെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നട്ടെല്ലുള്ള
അധികാരികൾ ഉണ്ടെങ്കിൽ ഇതിന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. നിയമമുണ്ട് നിയമമുണ്ട്. അത് മനോരമ പത്രത്തിൽ വന്നിട്ടുള്ള ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്. ഏത് ഈ കേന്ദ്ര വന്യജീവി സംരക്ഷണം അതിവിടെ നടപ്പിലാക്കുന്നില്ല. ഇത് നടപ്പിലാക്കാൻ ചങ്കൂറ്റവും നട്ടെല്ലുമുള്ള സർക്കാർ ഇവിടെ ആവശ്യമാണ്. മാത്രമല്ല ഇവിടെ റേഷനിങ് സമ്പ്രദായമുള്ളത് കൊണ്ട് ഇവിടെ അരിക്ക് ഒരു പ്രശ്നമല്ല. അന്യ സംസ്ഥാനത്തിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് അരി വന്നിട്ടില്ലെങ്കിൽ ഇവിടെ റബ്ബർ തിന്നേണ്ട ഗതികേടാണ്. പഴയ കാലത്ത് ഇൻ്റെ അച്ഛൻ വരെ 12,000 ആന വരുന്നത്. 12,000 മോടം വിതച്ച ആളാണ് എൻ്റെ അച്ഛൻ. പക്ഷേ അന്ന് കർഷകന്റെ കൈ ബന്ധനസ്ഥനല്ല. കർഷകൻ ആ കൃഷി സംരക്ഷിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. ഇന്ന് കർഷകൻ ബന്ധനസ്ഥനാണ്. മൃഗങ്ങളാണ് ഭരണകർത്താക്കൾ. ഈ നിയമത്തിനെ കർശനമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ ഈ നിലവിലുള്ള നിയമം മതി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ യഥാർത്ഥത്തിൽ കുറേ ആളുകൾ പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളുമായിട്ട് താടി വളർത്തി അങ്ങനെ നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് വെള്ളവും വളമൊന്നും വേണ്ട, അത് താനെ വളർന്നോളും. ഇന്ന് കർഷകൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ കൃഷി ഇത് നശിപ്പിച്ച് കർഷകൻ കടക്കെണിയിലാകുകയാണ്. ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ മൃഗങ്ങൾ കാട്ടിലില്ല, നാട്ടിലാണെന്ന് പറയുന്നു. പക്ഷെ മൃഗങ്ങളെ നാട്ടിൽ ഇറങ്ങാത്ത രീതിയിൽ കാട്ടിൽ തന്നെ സംരക്ഷിച്ച് നിർത്താനുള്ള സംവിധാനങ്ങളെ കുറിച്ചാണ് ആദ്യം ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടായിട്ട് അവസാനിപ്പിക്കാനുള്ള സമയമുണ്ട്. അങ്ങ് ഒരുപാട് വർഷമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയല്ലേ, എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്ന ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തി ഇത് ചെയ്യണമെന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ വകുപ്പുകൾക്ക് ഇതിലേക്ക് ഇടപെടാൻ കഴിയും. ഇത്രയും കാലം വനംവകുപ്പാണ് നിയന്ത്രിച്ചിരുന്നെങ്കിൽ പോലീസ് അടക്കമുള്ള ദുരന്ത നിവാരണ സേന അടക്കമുള്ള ആളുകളെ നിയമിക്കാൻ കഴിയും. കൂടുതൽ ഇടപെടലുകൾ നടത്താനും വന്യജീവികളെ ചിലപ്പോൾ ആവശ്യപ്പെട്ടാൽ സ്പോട്ടിൽ വെടിവെക്കാനുള്ള അനുമതികൾക്ക് വരെയും ഈ ദുരന്തമായി പ്രഖ്യാപിച്ചതോടുകൂടി അവസരം വയ്ക്കണം. പക്ഷേ അതിൽ കൂടുതൽ ചെയ്യാനുള്ള പ്രധാന കാരണം വനംവകുപ്പ് ഓരോ ഭാഗത്തും കാട്ടാന, കാട്ടുപന്നികളടക്കം കാട്ടുപോത്തുകളടക്കം ശല്യമുള്ള മേഖലകൾ പ്രത്യേക മേഖലകളാക്കി തിരിച്ച് ആ ഭാഗങ്ങളിൽ ആ നാട്ടിലെ തന്നെ വനത്തെ അറിയുന്ന കുറേ ആളുകൾ പഴയകാലത്തൊക്കെ വാച്ചർമാരുണ്ടായിരുന്നു. അത്തരം ആളുകളെ സെലക്ട് ചെയ്ത് ആ മേഖലകളിൽ നിയമിക്കുകയും അവർക്കവിടെ താമസിക്കുന്നതിനുള്ള ഷെഡ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്താൽ ഈ വനത്തിലേക്ക് തിരിച്ചോടിക്കാൻ കഴിയും. ഈ മേഖലകളിൽ ദിവസവേതന വാർമാരെ വെച്ചുകൊണ്ട് ഒരു പരിധിവരെ ഇതിനെ തടയാൻ കഴിയും. കാടിനെ അറിയുന്നവരാവണം. പിന്നെ ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്നത്. അതൊക്കെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നുമാണ്. സർക്കാർ ഇതിലൊക്കെ ഇടപെടും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതെല്ലാം കേൾക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം അത്രമാത്രം ദുരിതമാണ് ഈ നാട് വന്യജീവി ശല്യത്തിൽ അനുഭവിക്കുന്നത്. എന്നാണെങ്കിലും ഞാൻ ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. നമസ്കാരം.